അല്ല, ഇതിനെ ഞങ്ങൾ ഒറ്റവാക്കിൽ തെമ്മാടിത്തം എന്നാണ് പറയുക. ആ തെമ്മാടിത്തമാണ് തിരുവമ്പാടിയിലെ KSEB ചെയ്തിരിക്കുന്നത്. അതിന് ഏതറ്റം വരെയും പോയി നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാണ്. ഇന്ന് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ് ഉൾപ്പെടെയുള്ള ആളുകൾ KSEBയുടെ മുന്നിൽ സമരമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സമരം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ അജ്മൽ ചെയ്ത തെറ്റ്? അജ്മൽ ഈ KSEBക്കെതിരെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇതാ ഏപ്രിൽ മാസം വിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണിത്. പണ്ടൊക്കെ സർക്കാർ പവർ കട്ട് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുമായിരുന്നു. ഇപ്പോൾ പറയാതെ രാത്രി ഓഫാക്കുന്നു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിനിടയ്ക്ക് മെയ് മാസം 29 അദ്ദേഹം പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ അരുണ് കാണണം. അത് ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വളരെ ലളിതമാണ്. അദ്ദേഹം പറഞ്ഞത്, തൊഴിലില്ലാത്ത ആളുകൾ പുറത്ത് തെണ്ടി നടക്കുമ്പോൾ റിട്ടയർ ചെയ്ത ആളുകളെ ഇതിനകത്ത് ഉദ്യോഗസ്ഥരാക്കുന്നു. ഇത് ചതിയാണ് എന്ന് മെയ് മാസം 29 ഈ അജ്മൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അന്ന് മുതലേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അജ്മലിനെ പൊതുപ്രവർത്തകനാണ്. ഈ നാട്ടിലെ സർക്കാരിൻ്റെ ഇയാളെ പോലെയുള്ള വെള്ളാനകൾ ഇതിനകത്ത് കയറിയിരിക്കുന്നതിനെ എതിരെ പ്രതികരിച്ചു. അന്ന് മുതലേ നോട്ട് ചെയ്ത് വെച്ചു. നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്താണ്, അവസരം കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. എന്തേ 2022 FIR മുന്നോട്ട് പോയില്ല? FIR ഇട്ട കോടതിയല്ലേ തീർക്കേണ്ടത്? അത് ചെയ്തില്ലല്ലോ. അജ്മൽ ഇന്നലെ കയറി. അതിന്റെ ശരിയും തെറ്റും കോടതി പറയട്ടെ. ഞങ്ങൾക്ക് ഉണ്ട്. അജ്മലിനെ ഇന്നലെ 20ഓളം ആളുകൾ ചേർന്ന് മർദ്ദിച്ചതാണ് എന്നാണ് അജ്മൽ ഇന്ന് ജയിലിൽ നിന്ന് പറഞ്ഞത്. അതിന്റെ എല്ലാ തെളിവും ആ ഫോണിനകത്ത്, അദ്ദേഹത്തിന്റെ ഫോണിനകത്ത് KSEBക്കാരൻ എറിഞ്ഞ് പൊട്ടിക്കാൻ ശ്രമിച്ച ഫോണിനകത്തുണ്ട്. പോലീസ് റിക്കവർ ചെയ്തെടുത്തത്. കറിയെടുത്തൊഴിച്ചതേ ഞാൻ ചെയ്ത് തെറ്റുള്ളൂ എന്ന് കിലുക്കത്തിലെ രേവതിയാണ് ഓർമ്മ വന്നത്. അല്ല, അജ്മൽ ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഒരു വീടിനകത്ത് കറണ്ട് പണം അടച്ചതിന് ശേഷവും അത് നിഷേധിക്കുന്നു. ആ നിഷേധിച്ചതിലെ പ്രതിഷേധം അയാൾ ഒരു യുവാവിനെ കാണിച്ചു. ഫോൺ എടുത്ത് പൊട്ടിച്ചു. വൈദ്യുതി ബന്ധം കണക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുക്കുന്നു. ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ KSEB ഓഫീസിൽ എന്ത് അധികാരത്തിലാണ് ഇവർ പോയത്? ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് പോലീസ് ഓഫീസിലല്ലേ? KSEB ഓഫീസിൽ പോയത് ആ പരാതിയെ പറ്റി അന്വേഷിക്കാനാണ്. കാരണം അവിടെ അജ്മലിന്റെ ഉമ്മയുമായിക്കൊണ്ട്, ഉമ്മയുടെ ഉണ്ടല്ലോ, ഉമ്മ നേരത്തെ ഒരു സോളാർ ലൈറ്റ് എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിൽ ഒരു സോളാർ ലൈറ്റ്, അജ്മൽ സോളാർ ജോലി ചെയ്യുന്ന ഒരാളാണ്, സോളാർ ലൈറ്റ് ഉണ്ടായിരുന്നു. അത് ഇളക്കാൻ ശ്രമിച്ചു KSEB ഉദ്യോഗസ്ഥൻ. ഈ ഉമ്മ ചോദ്യം ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായി. അതിന്റെ പേര് ഉമ്മ കേസ് കൊടുത്തിരുന്നു. ആ ഉമ്മയുടെ പരാതി അവസാനിപ്പിക്കണം. എന്താണ്, അജ്മലിനെതിരെ കേസ് എടുക്കണം. എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും ഒരു ലോകത്തൊരിടത്തും കേൾക്കാത്ത രീതിയിൽ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ഇത് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ ഇനി ഇത് ചെയ്യില്ല എന്ന് ഹെഡ് മാസ്റ്റർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതങ്ങനെ തന്നെ പറയണം. പക്ഷേ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവ് ഉത്തരവാദിത്വത്തോടു കൂടിയല്ലേ ഈ ഉദ്യോഗസ്ഥരുടെ പ്രിമൈസസിൽ പെരുമാറാൻ പാടുള്ളൂ? ഇപ്പോൾ PDPP ആക്ട് അടക്കം ചുമത്തി ജയിലിൽ കിടക്കുകയല്ലേ? 3 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയെന്നല്ലേ പറയുന്നത്? ചുരുങ്ങിയ പക്ഷം അദ്ദേഹമെങ്കിലും ആ ക്രൈം കൺഫസ് ചെയ്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്റെ തലയിൽ അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കുക? കോടതി തീരുമാനിക്കട്ടെ. അല്ല, അജ്മൽ ചെയ്ത തെറ്റ്, അജ്മലിന്റെ അന്നത്തെ വികാരം, ഞാൻ അധികാരത്തെ ന്യായീകരിക്കുന്നില്ല. ഒരു പിതാവിന്റെ 9 മരുന്നുകൾ കഴിക്കുന്ന ആളാണ്. നിങ്ങൾ മറിയത്തോട് ചോദിക്കുക, റസാക്ക 9 മരുന്നുകൾ കഴിക്കുന്ന ആളാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്.